السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر طريق. ونحن اليوم في القسم الثاني من الدورة الثالثة من دروس العربية لغير الناطقين بها. ഖുർആൻ പഠനത്തിനുള്ള പോയിയുടെ കീഴിൽ നടന്നു വരുന്ന അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 3ാം സെമസ്റ്റർ 2ാം ഘട്ടത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കുകയും ഈ പ്രഭാതത്തിലെ നമ്മുടെ ഒത്തുചേരൽ മുഖേന സ്വർഗത്തിൽ സവിശേഷമായ ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മളെവിടം വരെ പറഞ്ഞായിരുന്നു? درس السابع عشر. يريد إتمام نوره. അവിടെയാണ് നിർത്തിയത് അല്ലേ? المدرس أتذكر آية أخرى في هذا المعنى يا شعيب؟ أتذكر آية أخرى؟ ആയത്തൻ ഉഖ്റ. ഉഖ്റ എന്താണ്? മുഅന്നസാണോ മുദക്കറാണോ? എന്താ വന്നത്? മുഅന്നസ് വരാൻ കാര്യം എന്താ? ആയത്തിന്റെ സിഫത്തായിട്ട് ഒന്നുണ്ട്. ആയത്തിന്റെ നഅത്താണ് ഉഖ്റ. അപ്പൊ 4 കാര്യങ്ങൾ യോജിക്കണം. അതിലൊന്ന് എന്താണ്? അത്തഅനീസ് വ തദ്കീർ. മുഅന്നസും മുദക്കറും ആണെങ്കിൽ അതിന് യോജിച്ച രീതിയിലായിരിക്കണം വരേണ്ടത്. അപ്പോൾ ആയത്ത് മുഅന്നസ് ആയതുകൊണ്ട് അതിന്റെ നഅത്തായ ഉഖ്റയും മുഅന്നസാക്കി. ഫി ഹാദൽ മഅന, ഈ അർത്ഥത്തിൽ. യാ ശുഐബ്, ശുഐബ്. നഅം. ഖാല തആല ഫി സൂറത്തി അസ്സഫ്. അസ്സഫ് അധ്യായത്തിൽ അല്ലാഹ് പറഞ്ഞു, വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഈ പാഠത്തിലുള്ള ഒരു സബ്ജക്റ്റാണ് സുലാസി മസീദ് ഫിഹിയിലെ ഇസ്മുൽ ഫാഇൽ, ഇസ്മുൽ മഫ്ഊൽ ഇതൊക്കെ പഠിക്കുക എന്നത്. അപ്പോ മുതിമ്മു എന്നതിന്റെ ഫിഅൽ മാദി എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു അതമ്മ. അതിന്റെ എന്താണ് മുതിമ്മു? ഇസ്മു ഫായിലാണ് മുതിമ്മു. അപ്പൊ എന്തുകൊണ്ട് അതിന് തൻവീൻ വന്നില്ല, മുതിമ്മുൻ എന്ന് വന്നില്ല? ഗൈറു മുൻസരിഫാണ്. കാരണം നൂറിലേക്ക് ഇദാഫത്ത് ചെയ്യുമ്പോൾ ഒന്നാമത്തതിന്റെ തൻവീൻ പോകും. നമ്മൾ പഠിച്ചത് നേരെ തിരിച്ചാണ്. നമ്മൾ പ്രാഥമിക പാഠങ്ങളിൽ പഠിക്കുന്നത് ഇദാഫത്താകുമ്പോൾ ഒന്നാമത്തതിന് തൻവീൻ ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നേരെ കൺസ്ട്രക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. സെന്റൻസ് കൺസ്ട്രക്ഷൻ, വാക്യ നിർമ്മിതിയിലേക്ക് പോയാൽ എന്താണ്? ഒന്നാമത്തേന് തൻവീൻ ഉണ്ടായിരുന്നെങ്കിൽ ആ തൻവീൻ ഒഴിവാക്കും ഇദാഫത്ത് വരുമ്പോൾ. അപ്പൊ മുതിമ്മിന് നൂരിഹി, പ്രകാശത്തിന്റെ പൂർത്തീകരിക്കുന്നവൻ, പ്രകാശത്തിന്റെ പൂർത്തീകർത്താവ് എന്നാണ്. അങ്ങനെയാണ് അറബി ഭാഷയുടെ ഘടന. നൂറിന്റെ പൂർത്തീകരിക്കുന്നവൻ എന്നാണ്. നൂറിനെ പൂർത്തീകരിക്കുന്നവൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. മലയാളത്തിന്റെ ഭാഷാഘടന എങ്ങനെയാണ്? അറബിയുടെ ഭാഷാഘടന. അപ്പൊ നൂറിന്
കസ്ർ വന്നു, ജർ വന്നു. കാരണം ഇളാഫത്ത് മുളാഫുൻ ഇലൈഹിയാണ്, അതിലേക്ക് ഇളാഫത്ത്. വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. കാഫിറുകൾ എത്ര വെറുത്താലും, കാഫിറുകൾ വെറുത്താൽ പോലും അള്ളാഹ് തന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അൽ-മുദരിസ്. ബിമ അർസലല്ലാഹു റസൂലഹു യാ മുഹമ്മദ്. ബിമ അർസലല്ലാഹു റസൂലഹു. അപ്പൊ അർസല എന്ന അഞ്ചല ഗ്രൂപ്പിലെ ക്രിയയാണ്. അർസല അയച്ചു. സുലാസി മസീദാണ്, അതിൽ ഹംസ് വന്നുകൊണ്ടാണ് സിയാദത്ത് ഉണ്ടായത്. അർസലല്ലാഹു റസൂലഹു യാ മുഹമ്മദ്. ബിമ എന്തും കൊണ്ടാണ് അയച്ചത്. അള്ളാഹ് തന്റെ ദൂതനെ അയച്ചത് എന്തും കൊണ്ടാണ്, എന്ത് സംഗതിയുമായി കൊണ്ടാണ് അയച്ചത്. അർസലഹു ബിൽ ഹുദ വദീനിൽ ഹഖ്. അപ്പൊ റസൂല് വന്നത് നേരത്തെ പറഞ്ഞ ഫിലോസഫിയുടെ ഒരു ഭാഗമാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന വേറെ പല കാര്യങ്ങളും പരിമിതമായിട്ടാണ് ചിന്തിക്കുന്നത്. അള്ളാഹ് റസൂലിനെ അയച്ചത് ബിൽ ഹുദ, മാർഗദർശനവുമായിട്ടാണ്. അൽ ഹുദ എന്നാണ്. എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ചുള്ള ഹിദായത്ത്, മാർഗദർശനം അവിടെ അനിവാര്യമാണ്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത പല സംഗതികളിലേക്കും മാർഗദർശനം ആവശ്യമായി വരും. സയൻസിന്റെ ലബോറട്ടറിയിലൂടെ തെളിയിക്കാൻ പറ്റാത്ത പല സംഗതികൾക്കും ഹുദ ആവശ്യമായി വരും, ഹിദായത്ത് ആവശ്യമായി വരും. അതിനാണ് അൽ ഹുദ എന്ന മാരിഫയായ പദം ഉപയോഗിച്ചിരിക്കുന്നത്. വദീനുൽ ഹഖ്, അൽ ഹഖായിട്ടുള്ള വ്യവസ്ഥിതിയുമായി, ശരിയായ യാഥാർത്ഥ്യമായ വ്യവസ്ഥിതിയുമായിട്ടാണ് അയച്ചിരിക്കുന്നത്. യുദ്ഖിലു ഇസ്ഹാഖ്, അല്ല യദ്ഖുലു ഇസ്ഹാഖ്, ഇസ്ഹാഖ് പ്രവേശിക്കുന്നു. അൽ-മുദരിസ്. الآن تأتي وقد أوشك الدرس أن ينتهي. الآن تأتي, എപ്പോഴാണോ നീ വരുന്നത്. അൽ-ആന തഅതി, ഇപ്പോഴാണ് നീ വരുന്നത് എന്നാണ്. അപ്പൊ അത് ചോദ്യമായിട്ട് വരുമ്പോ അൽ-ആന തഅതി, ഇപ്പോഴാണോ നീ വരുന്നത്. വഖദ് ഔശക ദർസു, ഔശക എന്താ മീനിങ് പറഞ്ഞത്. ആകാറായി, ആകാറായി. ഔശക കഴിഞ്ഞ പ്രാവശ്യം വന്നല്ലോ. ഔശക കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു. ഔശക ആകുമാറായി. ഔശക ദർസു അൻ യൻതഹി, ഇൻതഹ യൻതഹി, പൂർത്തിയായി, വിരമിച്ചു. പാഠം അല്ല, ക്ലാസ്. ദർസ് അല്ല, ദർസ് എന്ന് പറഞ്ഞ ക്ലാസ് ആണ് ഇവിടെ. ക്ലാസ് കഴിയാറായല്ലോ, പാഠം കഴിയാറായെന്നുള്ളതല്ല, ക്ലാസ് കഴിയാറായല്ലോ എന്ന്. ദർസിന് രണ്ടർത്ഥമുണ്ട്. പഠനം എന്ന അർത്ഥത്തില്, പഠനം തീരാറായല്ലോ. പാഠം എന്ന അർത്ഥത്തിൽ വരും. മഅ്സിറതൻ യാ ഉസ്താദു. മഅ്സിറതൻ, മഅ്സിറതൻ എന്താ. ഒഴികഴിവ്, ഒഴികഴിവ്. ഖുറാനില് ഓർമ്മയുണ്ടെങ്കിൽ ആയത്ത് പറയും. ഒരു ഭാഗത്ത് പറഞ്ഞില്ലേ, ലിമ തഅ്ലൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും ഔ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം വരുന്നുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞു പ്രബോധകരോട് ജനങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനായി നശിക്കാൻ പോകുന്ന ആൾക്കാരെ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പ്രബോധകരെന്ത് പറഞ്ഞു. മഅ്സിറതൻ ഇലാ റബ്ബിക്കും, റബ്ബിനോടുള്ള മഅ്സിറത്തിന് വേണ്ടിയാണ്. ഒഴികഴിവ് നമുക്ക് അവിടെ ബോധിപ്പിക്കേണ്ടി വരും, അതിനു വേണ്ടിയാണ് മഅ്സിറതൻ. ആ വാക്കാണ് ഇവിടെ. മഅ്സിറതൻ യാ ഉസ്താദ്, ക്ഷമിക്കണം ഉസ്താദെ, ഉസ്താദെ ക്ഷമ, ഒഴികഴിവ് തരണം എന്നർത്ഥം. മലയാളത്തിൽ നമ്മൾ വേറെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ളല്ലോ. പക്ഷെ ഞാൻ അതിന്റെ ആ
ഭാഷാപരമായിട്ട് അർത്ഥം പറയാം. മാസിറത്തിന് എന്നത് എന്തല്ല, ടെൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പദമല്ല. അസ്അലുക മാസിറത്തൻ എന്ന് പറഞ്ഞതുപോലെയാണ്. അസ്അലുക മാസിറത്തൻ, ഞാൻ താങ്കളോട് ഒഴികഴിവിനെ ചോദിക്കുന്നു. അതുകൊണ്ടാണ് മാസിറത്തൻ എന്നത് എന്ത് ചെയ്തത്, നെസ്ബ് ചെയ്ത് പറഞ്ഞത്. അപ്പോ ഒഴിവാക്കപ്പെട്ട വിട്ടുപോയ ഒരു ക്രിയയുടെ മഫ്ഊലുൻ ബിഹി ആയിട്ടാണ് വന്നിരിക്കുന്നത് യാ ഉസ്താദ്. അപ്പൊ അങ്ങനെയാണ് പ്രയോഗം. അവിടെ എന്തല്ല, ടെൻസും അവിടെയുള്ള ഫേലും പറയേണ്ട കാര്യമില്ല. ذهبت إلى مكتب البريد لإرسال برقية. ذهبت إلى مكتب البريد. നമുക്കറിയാം, ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി. അറബിയിൽ വരുമ്പോൾ ഇലയാണ് ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ നമ്മൾ പറയും പോസ്റ്റ് ഓഫീസിൽ പോയി എന്ന് പറയും, ഇംഗ്ലീഷിൽ ടു എന്ന് പറയും. എന്തിനാണ് പോയത്? ലി ഇർസാലി ബർഖിയത്തിൻ. ഇർസാൽ, നേരത്തെ വന്ന അർസല എന്ന വാക്ക് വന്നു. അർസലഹു അല്ലെങ്കിൽ ബിമ അർസല എന്ന് ചോദിച്ചു. പഞ്ചല ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയാണെന്ന് പറഞ്ഞു. അഥവാ 3 പ്ലസ് എത്ര ലക്ഷമുണ്ട് ഇവിടെ? 3 പ്ലസ് 2 ഉണ്ടോ അർസലയില്? +1 ആണ്. ഒരു ഹംസ് മാത്രമേ കൂടിയുള്ളൂ. +1 ആണ്. ആ +1ലാണ് യുർസിലു എന്ന മുദാരി വരുന്നത്. അർസല യുർസിലു മുദാരിയില് ഹർഫുൽ മുദാറഅത്തിന്, മുദാരിന് വേണ്ടി ചേർക്കുന്ന അക്ഷരത്തിന് ദമ്മ വരുന്നത് 3+1 മാത്രമാണ്. അപ്പൊ അർസല യുർസിലുവിന്റെ ക്രിയാധാതുവാണ് എന്ത്? ഇർസാൽ. ഇർസാൽ. ടെക്സ്റ്റിൽ നിങ്ങളുടെ നോട്ടിന്റെ കൂട്ടത്തില് ടേബിൾ തന്നിട്ടുണ്ട്. ടേബിൾ തന്നിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ഇത് സാലിമല്ലാത്ത ക്രിയകളുടെ ടേബിളാണ് തന്നിരിക്കുന്നത്. ആ ടേബിളിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളേതായ ക്രമത്തിൽ, നമ്മൾ പഠിച്ചൊരു ക്രമം ഉണ്ടല്ലോ, അർസല, യുർസിൽ, അർസിൽ, പിന്നെ മുർസിലും, മുർസലും, ഇർസാലും. ഈ ക്രമത്തിൽ നമ്മൾ ആ പ്രധാനപ്പെട്ട 6 രൂപങ്ങൾ എഴുതി ടേബിൾ തയ്യാറാക്കും. നമ്മൾ തെരഞ്ഞെടുത്ത് പഠിക്കുന്ന ക്രിയകളുണ്ട്. ഉദാഹരണം അതിൽപ്പെട്ടതാണ് അർസല. അർസലയുടെ ഇർസാൽ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അർസലയുടെ ക്രിയാധാതുവായ ഇർസാൽ വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ? അർസല, അതിന്റെ മുദാരിയായ യുർസിലു, പിന്നെ അതിന്റെ കൽപ്പന ക്രിയ വേണം അർസിൽ. കാരണം അത് ഇതിൽ പഠിപ്പിക്കുന്ന ഒരു ഭാഗം. അർസലയുടെ കൽപ്പന ക്രിയ എങ്ങനെ വരും? മസീദ് ഫീഹി ഹർഫിൻ വാഹിദിൻ, ഒരു ഹർഫ് അധികരിച്ച മസീദ് ഫീഹിയിലെ മുദാരി അല്ല, അതിന്റെ കൽപ്പന എങ്ങനെ വരും? അർസലയ്ക്ക് അർസല ഹംസ ഉണ്ട് അവിടെ. മുദാരി വരുമ്പോൾ യുർസിലു എന്നാണ്, ഹംസ ഒഴിവാക്കപ്പെടും. പിന്നീട് കൽപ്പനക്രിയ വരുമ്പോൾ പോയ ഹംസിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൽപ്പനക്രിയ ഉണ്ടാക്കുന്നത്. അർസല യുർസിലു, കൽപ്പന വരുമ്പോൾ അർസിൽ എന്നാണ് വരിക. ആ ഹംസ് നേരത്തെ അർസലിൽ ഉണ്ടായിരുന്ന ഹംസ. അർസല യുർസിലു, കൽപ്പന അർസിൽ. പിന്നെ മുർസിലും, അത് ഇതിൽ പഠിപ്പിക്കുന്ന പാഠത്തിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റാണ് കർത്താവ് രൂപം. മുർസലും, അതായത് ഈ കർത്താവ് രൂപങ്ങൾ ഇസ്മുൽ ഫാഇൽ, പിന്നെ ഇസ്മുൽ മഫ്ഊൽ. മുർസലും, പിന്നെ ക്രിയാധാതു ഇർസാലും. അങ്ങനെ പട്ടിക തയ്യാറാക്കി പഠിക്കാം. ലി ഇർസാലി ബർഖിയത്തിൻ, അവിടെ ലി വന്നതുകൊണ്ട് ഇർസാലിന് ജർ ചെയ്തു. ഇർസാലി ബർഖിയത്തിൻ, ബർഖിയത്തിന് എന്തുകൊണ്ട് ജർ വന്നു? റാഫത്താണ്, മുളാഫിൻ ഇലൈഹി ആയതുകൊണ്ട്. ഇർസാലി ബർഖിയത്തിൻ. അപ്പൊ അങ്ങനെയാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത്. ഇർസാലി ബർഖിയത്തിൻ, ബർഖിയത്തിന്റെ അയക്കലിന് വേണ്ടി പോയി എന്നാണ്. ബർഖിയത്തിന്റെ അയക്കൽ. നമ്മൾ ഘടന, വാക്യത്തിന്റെ അറബി ഭാഷയുടെ ഘടന മനസ്സിലായെങ്കിൽ അത് വായിക്കുമ്പോൾ വേറെ എവിടെയെങ്കിലും വന്നാൽ മനസ്സിലാവും. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഒരു ബർഖിയത്ത് അയക്കുന്നതിന് വേണ്ടി, ഒരു ടെലിഗ്രാം അയക്കുന്നതിന് വേണ്ടി പോയി. ഫഖദ് വസല അഖി,
വഖദ് വസല അഖി, എന്റെ സഹോദരൻ എത്തിയിരുന്നു. അൽ ബാരിഹത, ബാരിഹത്ത് എന്താണ്? ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ്. അത് ബർഫായതുകൊണ്ട് ലർഫു ജമാൻ, കാലത്തെ സൂചിപ്പിക്കുന്ന പദമായതുകൊണ്ടാണ് നസ്ബിയത വന്നത്. സഹോദരൻ ഇന്നലെ എത്തിയിരുന്നു, സഹോദരൻ കഴിഞ്ഞ രാത്രി എത്തിയിരുന്നു. അർസൽത്തു ബർത്തിയത്തൻ, അങ്ങനെ അർസൽത്തു, അർസലയുടെ ഒരു രൂപഭേദമാണ് അർസൽത്തു. ഞാൻ അയച്ചു ബർത്തിയത്തൻ, ഒരു ടെലിഗ്രാം, ഇല അബി, ഉപ്പക്ക്. ഉഖ്ബിറുഹു, അപ്പോ ഉഖ്ബിറു എന്നതിന്റെ പേര് മാറി എന്താണ്? അഖ്ബറ. അഖ്ബറ. അപ്പോ അർസലയുടെ ഗ്രൂപ്പിൽ വരും അത്. അതെ, അർസലയുടെ ഗ്രൂപ്പിലുള്ള ക്രിയയാണ്. അപ്പൊ അതിനെ എന്ത് ചെയ്യണം നമ്മള്? അഖ്ബറ, യുഖ്ബിറു, അഖ്ബിർ, പിന്നെ മുഖ്ബറുൻ, ഇഖ്ബാറുൻ, അറിയിക്കൽ. അങ്ങനെ എഴുതണം. ഉഖ്ബിറുഹു ഫിഹ, അതിൽ ഞാൻ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയിച്ചുകൊണ്ട് എന്നർത്ഥം. ഉഖ്ബിറുഹു ഫിഹ ബിസലാമതി വസൂലിഹി, സലാമത്ത് എന്താ? സുരക്ഷിതത്വം. ബി സലാമത്തി വസൂലിഹി, അപ്പൊ സലാമത്തിന് എന്ത് ചെയ്തു? ഇവിടെ വസൂലിനേക്ക് ഇളാഫത്ത് ചെയ്തിരിക്കുകയാണ്. സലാമത്തി വസൂലിഹി, അവന്റെ ആഗമനത്തിന്റെ സുരക്ഷിതത്വം അറിയിച്ചുകൊണ്ട്. ബി സലാമത്തി, ഉഖ്ബിറുഹു ബി സലാമത്തി, അഖ്ബറയുടെ കൂടെ എന്ത് ഉപയോഗിക്കുന്നു, എന്ത് അറിയിക്കുന്നു എന്നതിന് എന്ത് ചെയ്യണം? ശിലത്ത് ഉപയോഗിക്കണം, അഥവാ പ്രിപ്പോസിഷൻ ഉപയോഗിക്കണം. ഏതാണ്? ബി. ഉഖ്ബിറുഹു ബി സലാമതി, സുരക്ഷിതത്വം അറിയിച്ചുകൊണ്ട്. വസൂലിഹി, അവന്റെ ആഗമനം. വസല, എത്തി. വസൂലി, എത്തൽ. അൽ മുദരിസ് ലാ ബഅസ്, ലാ ബഅസ്, നോ പ്രോബ്ലം. നേരത്തെ പറഞ്ഞായിരുന്നു ലാ ബഅസ്. രോഗി സന്ദർശിക്കുമ്പോൾ എന്താ പറയേണ്ടത്? ലാ ബഅസ് തഹൂറുൻ ഇൻഷാ അല്ലാഹ്, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. അതാണ് അക്കിപ്പഞ്ചർ ഒരു ചെറിയൊരു സൂചി വെച്ച് കൊടുത്തിട്ട് പറയുന്നത് കുഴപ്പമില്ല, ശരിയായിക്കോളും. ലാ ബഅസ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, തഹൂറുൻ ശരിയായിക്കോളും, ഇൻഷാ അല്ലാഹ്. هذه هي نهاية الدرس، وبقي التمارين. لما لم يخبر عثمان؟ ما എന്താ വരായിരുന്നത്? ഡോക്ടർ ഓർമ്മയുണ്ട? ഡോക്ടർ വന്നില്ലേ? നമ്മൾ ഡോക്ടർക്ക് അറിയുന്ന ഒരു വാക്ക് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ആൾ വരായിരുന്നത്. بإسهال شديد لم يحضر عثمان لأنه مصاب بإسهال شديد. എന്താണ് ഇസ്ഹാൽ? വയറിളക്കം. അത് തന്നെ, വയറിളക്കം, ലൂസ് മോഷൻ, ഡിസെൻട്രി. അതെ, ഇളകി പോവുക. മറ്റേ അസ്ലമ മുഹമ്മദൻ, ഏതോ വർഷം പറഞ്ഞിട്ടുണ്ട്. ആമ വാഹിദും വസമാനീൻ വതിസ്മിയ വഅൽഫ്. ഇവിടെ അങ്ങോട്ടും പറയാം, അൽഫ്, തിസ്മിയ, വാഹിദും വസമാനീൻ. അൽ മീലാദി, അൽ മീലാദി പറയാൻ വേണ്ടി എന്ത് അക്ഷരം ഉപയോഗിക്കും? മീം ഉപയോഗിക്കും. അപ്പോ ഹിജ്രി ആണെങ്കിൽ ഹാ ഉപയോഗിക്കും. എങ്ങനെ എഴുതണം അത്? കെട്ടുള്ള ഹാ ഇട്ടിട്ട് ഒരു വരെ താഴോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഹിജ്റത്തിന് എഴുതാൻ തുടങ്ങുന്നത് പോലെ ഉള്ള ഹാ. ലിമ തഅഖറ ഇസ്ഹാഖു, ഞാൻ ലമ്മെന്ന് വായിച്ചിട്ട് പിന്നെ ലിമ പെട്ടെന്ന് വായിച്ചതുണ്ടോ? അപ്പൊ നമ്മൾ അടുത്ത വാക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ് അവിടെ വന്നിരിക്കുന്നത്, അല്ലേ?
പെട്ടെന്ന് എന്താ വേണ്ടതെന്ന് പിന്നെ അവർ വായിക്കുക. ലിമ തഅഖറ ഇസ്ഹാഖ്. തഅഖറ ഇസ്ഹാഖ്. ഇസ്ഹാഖ് എന്താണ് വൈകിയത്? തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. എന്താ പറയണ്ടത് നമ്മള്? لأنه ذهب إلى المكتب البديل. لأنه ذهب إلى مكتب البريد لإرسال برقية. ذهبت എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സ്പീച്ച് മാറ്റണം. ذهبت എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് സ്പീച്ചാണ്. അതിനെ നമ്മള് എന്താക്കണം? ഇൻഡയറക്റ്റ് ആക്കണം. ഗായിബാക്കണം. ذهب إلى مكتب البريد. الثاني من أبواب الفعل الثلاثي المزيد باب أفعل. يعني പറഞ്ഞ അർസലയെ കുറിച്ചാണ് പറയുന്നത്. من أبواب الفعل الثلاثي ثلاثي المزيد. المزيد فيه എന്നാണ് പറയുന്നത് കേട്ടോ. ثلاثي المزيد فيه. ثلاثي مزيد فيه ഇതിലെ ബാബുകളിൽപ്പെട്ടതാണ്, അതിന്റെ ഗ്രൂപ്പുകളിൽപ്പെട്ടതാണ് എന്ത്? ബാബു അഫ്അല. അഫ്അല വസിന്, അഫ്അല വസിന് ഇതിൽപ്പെട്ടതാണ്. സീദത്ത് ഫീഹി. സീദത്തിന്റെ മാളി എന്തായിരിക്കും? മാളി മുസ്ബിത്ത്. അല്ല, മുസ്ബിത്ത് മജ്ഹൂൽ അല്ലാത്തത്. മഅറൂഫ്. മഅറൂഫ്. ഇവിടെ എന്താണ്? സീദത്ത് എന്ന് പറഞ്ഞത് മജ്ഹൂലാണ്. സാദ വർദ്ധിച്ചു. സാദ വർദ്ധിച്ചു. സീദ വർദ്ധിക്കപ്പെട്ടു. ഖാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു. നമ്മൾ പഠിച്ച ഏതെങ്കിലും വാക്കിനോട് തുല്യം ചെയ്താൽ മതി. സീദ എന്ന് പറയുന്ന വാക്ക് ഖീല പോലെയാണ്. അപ്പൊ അതിന്റെ മഅറൂഫ് എന്തായിരിക്കും? സാദയായിരിക്കും. ഖാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു. അപ്പൊ സാദ വർദ്ധിച്ചു. സീദ വർദ്ധിക്കപ്പെട്ടു. സീദത്ത് ഫി അവ്വലിഹി. അതിന്റെ ആദ്യത്തിൽ വർദ്ധിക്കപ്പെട്ടു. അൽ ഹംസത്തു. ഹംസ് വർദ്ധിക്കപ്പെട്ടു. ഹംസ് അധികരിച്ചു വന്നിട്ടുണ്ട്. തഅമ്മൽ മിസാലൈൻ ലിബാബി അഫ്അല. അഫ്അല ബാബിന്റെ രണ്ട് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. തഅമ്മലിൽ മിസാലൈൻ, ശ്രദ്ധിച്ച് വായിക്കുക. സുമ്മ ഹാത്തിൽ മുളാരിയ. പിന്നീട് ഹാത്തി. ഹാത്തി എന്താണ്? കൊണ്ടുവരും. ഹാത്തി ഹാത്തു. ഹാത്തിൽ മുളാരിയ അൽ മസ്ദർ. അൽ മുളാരിയ വൽ മസ്ദർ. മുളാരിയ അതിന്റെ മസ്ദറും കൊണ്ടുവരിക. മിനൽ അഫ്അലില്ലതി തലീഹിമ. തലീഹിമ തുടർന്ന് വരുന്ന. തലായത്തിലോ പഠിച്ചായിരുന്നോ? തലായത്തിൽ എന്താർത്ഥം? പറയ് വേഗം പറയ്. പാരായണം ചെയ്തു. പിന്നെ രണ്ടാമത്തെ അർത്ഥം താഴെ വരുന്ന. വൽഖമരി ഇദാ തലാഹ. വൽഖമരി ഇദാ തലാഹ. പിന്നെ പിന്തുടരുന്നു. ഇവിടെ എന്താ? അല്ലത്തി തലീഹിമ. അതിനെ തുടർന്ന് വരുന്ന. അവ രണ്ടിനെയും തുടർന്ന് വരുന്ന. അൽമാവ്. ഉദാഹരണം, രണ്ട് ഉദാഹരണങ്ങൾ. അർസല യുർസിലു ഇർസാലുൻ. അസ്ലമ യുസ്ലിമു ഇസ്ലാമുൻ. അഗ്ലഖ ഇഗ്ലാഖുൻ. അഖ്ബറ അഖ്ബറ യുഖ്ബിറു ഇഖ്ബാറുൻ. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. അത്ഫഅ ഇത്ഫാഉൻ. അപ്പൊ അത്ഫഅയുടെ അർത്ഥം എന്താണ്? അപ്പൊ യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി. കെടുത്തൽ.
എന്താണ് അർത്ഥം? എന്താണ് അർത്ഥം? ഇടയ്ക്ക് നിങ്ങൾ വേറെ സംസാരിച്ചു. സോറി. അത്ഫ കിടത്തി, അത്ഫ കിടത്തി. യുരീദൂന ലിയുത്ഫിഉ, കിടത്താൻ വേണ്ടി അവരുദ്ദേശിക്കുന്നു. എന്താണ്? അർസല യുർസിലു, അർസിൽ, അർസിൽ അൻ അർസിൽ മാന ബനി ഇസ്രായീൽ. അതേപോലെ നേരത്തെ പഠിച്ചല്ലോ നമ്മള്. ലൈറ്റ് അണയ്ക്കാൻ പറഞ്ഞില്ലേ? ഈ പടത്തിന് തുടക്കത്തിൽ പറഞ്ഞു, ലൈറ്റ് അണയ്ക്കാൻ പറഞ്ഞു. അവിടെ നിന്നാണ് പിന്നെ അതെ, അവിടെ നിന്നാണ് എന്നൊക്കെ ആയത്തുകൾ പഠിച്ചത്. അതേപോലെ അപ്പോ അർസല യുർസിലു എന്നത് എന്താണ്? ഇതില് എന്തില്ല, അർസല എന്നതിന്റെ അതിന്റെ റാഡിക്കൽസ് അല്ലെങ്കിൽ 3 അടിസ്ഥാന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? റാ സീന് ലാം. റാ സീന് ലാം ആണ് അതിലെ അടിസ്ഥാന അക്ഷരങ്ങൾ. ആ അടിസ്ഥാന അക്ഷരങ്ങളിൽ എന്തില്ല? ഹംസ്, ഷദ്, ഇല്ലത്തില്ല. ഹംസ്, ഷദ്, ഇല്ലത്തില്ല. ഹംസും ഷദ്ദും ഇല്ലത്തും ഇല്ലാത്തതിന് എന്ത് പറയും? സാലിം എന്ന് പറയും. സാലിം, സുരക്ഷിതമായത്. അപ്പൊ സാലിമാണ് അർസല. അർസല എന്താണ്? സാലിമാണ്. അകലക്ക സാലിമാണ്. അഖ്ബറ സാലിമാണ്. അത്ഫയില് ഹംസ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സാലിമല്ല. അതേസമയം അജാബ, അജാബയിൽ എന്തുണ്ട്? ഹംസ ഉണ്ട്. അപ്പൊ അർസല ഗ്രൂപ്പായി, അല്ലെങ്കിൽ അൻസല ഗ്രൂപ്പായി. പിന്നെ അതിന്റെ റാഡിക്കൽസ് ഏതൊക്കെ? അടിസ്ഥാന അക്ഷരങ്ങൾ ജീമ്, അലിഫ്, ബാ. ജീമ്, വാവ്, ബാ ആണ് കേട്ടോ. അടിസ്ഥാന അക്ഷരം ജീമ്, വാവ്, ബാ ആണ്. പിന്നെ മാറി വന്നതാണ് അലിഫായിട്ട് വരുന്നത്. കാലയുടെ അടിസ്ഥാന അക്ഷരം ഖാഫ്, വാവ്, ലാമാണ്. അപ്പൊ എന്തായിരുന്നാലും ഇവിടെ നമുക്ക് ദുർബലാക്ഷരത്തെ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഗൈറു സാലിമാണ്. അജാബ എന്നത് ഗൈറു സാലിമാണ്. ഗൈറു സാലിം വന്നപ്പോഴത്തേക്ക് എന്തായി? അജാബ യുജീബു എന്നാണ് അതിന്റെ മുതാരി. അസ്ലമ വന്നപ്പോ യുസ്ലിമു, മാറ്റമൊന്നുമില്ല. അതേസമയം ഗൈറു സാലിം വന്നപ്പോൾ അജാബ യുജീബു എന്നാണ്. അഹാത്ത യുഹീത്ത് നമ്മൾ പഠിച്ചു. വേറെ ഏത് പഠിച്ചു? ഇതേപോലെ ആദ്യമുള്ളത് പഠിച്ചായിരുന്നല്ലോ നമ്മൾ മാവിയില്. അജാബ യുജീബു ഇജാബത്തൻ. അത് തന്നെ, അറാദ പഠിച്ചായിരുന്നു. അറാദ പോലെയുള്ള ക്രിയയാണ്. ഇതിലെ മിക്കവാറും ഉദാഹരണങ്ങളൊക്കെ ഇതിന്റെ രീതിയിലുള്ള മറ്റ് ഉദാഹരണങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതേ വസിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാവും. പരമാവധി നമ്മൾ ഖുർആനിലുള്ള അതേ പദങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അറാദ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് അറാദ പോലെയാണ് അജാബ. അജാബ യുജീബു, ഇജാബത്തിനാണ് അതിന്റെ ക്രിയാധാതു. യഥാർത്ഥത്തിൽ ഇജുവാബിൻ എന്നാണ് വരേണ്ടത്. ഇർസാലിൻ, ഇസ്ലാമിൻ പോലെ ആണെങ്കിൽ അസുലുഹു ഇജുവാബിൻ എന്നാണ് വരേണ്ടത്. പക്ഷെ ഗൈറു സാലിം ആകുമ്പോൾ അതിന്റെ ക്രിയാധാതുവിലും മാറ്റം ഉണ്ടാകും. അപ്പൊ അക്കാമ അതേപോലെയാണ് അക്കാമ. അപ്പൊ അക്കാമയുടെ അപൂർണ ക്രിയ എങ്ങനെ വരും? മുദാരിഅൻ അക്കാമ യുഖീമു. അപ്പൊ അതിന്റെ ക്രിയാധാതു യഖാമത്തുൻ. അങ്ങനെയാണ് എന്ത് ചെയ്തത്? നമസ്കാരത്തില് അസാനുൻ വ ഇഖാമത്തുൻ. ഇഖാമത്ത് എന്നുണ്ട്. അതേപോലെ ഇഖാമത്ത് സ്വലാത്ത് എന്ന് പറയും. അടുത്തത് അറ്റംന. അറ്റംനയിൽ എന്തുണ്ട്? ഷദ്ദുണ്ട്.
അപ്പൊ ഷെദ് ഉള്ളത് കൊണ്ട് എന്താണ് അത് ഗൈറു സാലിമാണ്. ഗൈറ് സാലിമാണ്. നമ്മൾ ഷെദ് ഉള്ളത് പഠിച്ചായിരുന്നു അഞ്ചല ഗ്രൂപ്പില്. കാണും. ഇല്ല അതല്ല പഠിച്ചിട്ടുണ്ട്. അതല്ല പഠിച്ചു. അതെ അതല്ല. അപ്പൊ അതല്ല യുദില്ലു യുദിലാലുൻ അല്ലേ? നോക്കാം. അതമ്മ യുതിമ്മു ഇത്മാമുൻ. അഹബ്ബ പഠിച്ചിട്ടുണ്ട്. അഹബ്ബ പഠിച്ചു. അഹബ്ബ യുഹിബ്ബു ഇഹ്ബാബുൻ. അഹബ്ബ യുഹിബ്ബു ഇഹ്ബാബുൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇത് അത് നമ്മൾ പഠിച്ചതിന്റെ എളുപ്പം. അപ്പൊ അതമ്മ യുതിമ്മു ഇത്മാമുൻ ആണെങ്കിൽ ഇത്മാം എന്താണ്? ഇത്മാമിന്റെ മീനിങ് പൂർത്തീകരണം. പൂർത്തീകരണം ഇത്മാം. അപ്പൊ അഅദ്ദ യുഇദ്ദു അഅദ്ദ യുഇദ്ദു ഇഅദാദുൻ. അഅദാഉനല്ല ഇഅദാദുൻ. രണ്ട് ദാല് പറയാം. അഅദ്ദ. അഅദ്ദ എന്താ അർത്ഥം? ഒരുക്കി വെച്ചു. അഅദ്ദ യുഇദ്ദു ഇഅദാദുൻ. അപ്പോ അൽഖ. അൽഖയിൽ എന്തുണ്ട്? അൽഖ നമ്മൾ പഠിച്ചു തോന്നുന്നു അല്ലേ പട്ടിക? അൽഖ യുൽഖി ഇൽഖാഉൻ. ഇൽഖാഉൻ. ഇൽഖാഉനിവിടെ ഹംസ് വരുന്നുണ്ട്. നമ്മള് ദുആഉൻ പഠിച്ചായിരുന്നു. അതായത് പോലെ. അപ്പൊ നമ്മള് അൽക്കായ്ക്ക് പകരം ആഴ്ത്ത പഠിച്ചിട്ടുണ്ട്. അതേപോലെ എടുത്താൽ മതി. ആഴ്ത്ത യുഅ്തി ഇഅ്താഉൻ. അപ്പൊ ഇതിൽ നമ്മൾ മൂന്നാം ഭാഗത്തിൽ പഠിക്കുന്നതൊക്കെ നമ്മള് നേരത്തെ പഠിച്ചു പോയി. അതിന്റെ വിശദീകരണം എന്ന് വിചാരിച്ചാൽ മതി. അസ്ലുഹു ഇൽഖായുൻ എന്നാണ് വരേണ്ടത്. ഇൽഖായുൻ എന്നാണ് വരേണ്ടത്. പക്ഷേ ഭാഷയിൽ ഇൽഖാഉൻ എന്നാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ആമന. ആമനിൽ എന്തുണ്ട്? ഹംസ ഉണ്ട്. ആമനയില് ഹംസ ഉണ്ട്. രണ്ട് ഹംസ ഉണ്ട് ആമനയില്. ഒരു ഹംസ ചില ഗ്രൂപ്പിന് വേണ്ടി ചേർത്ത ഹംസാണ്. പിന്നെ ഒരു ഹംസാണ് റാഡിക്കൽസിലുള്ളത്, അടിസ്ഥാന അക്ഷരങ്ങളിൽപ്പെട്ടത്. ആ അടിസ്ഥാന അക്ഷരങ്ങളിലൊന്ന് ഹംസ ആയതുകൊണ്ട് അതെന്താണ്? ഗൈറു സാലിമാണ്. ആമന യുഅ്മിനു എന്നാണ്. ആമന യുഅ്മിനു അത് ഈമാനുൻ എന്നാണ്. ഇമാനുൻ എന്നാണ് വരേണ്ടത്. ഈമാൻ എന്നാണ് പ്രയോഗത്തിലുള്ളത്. അതേപോലെ ഔജബ. ഔജബയില് എന്തുണ്ട്? ഇല്ലത്തുണ്ട്. ഹർഫുൽ ഇല്ലത്ത്. ദുർബലാക്ഷരമുണ്ട്. അപ്പോ വജബ നിർബന്ധമായി. ഔജബ നിർബന്ധമാക്കി. ഔജബ യൂജിബു. ആമന യുഅ്മിനു. ഔജബ യൂജിബു ആണ് കേട്ടോ. ഈജാബുൻ നിർബന്ധമാകൽ. അപ്പൊ അതെല്ലാം എഴുതിയിട്ട് എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. തഅമ്മൽ തരീഖത സൗഖിൽ അംരി. സൗഖ് സാഖ യസീഖു സൗഖ്. ഖാല യഖൂലു ഖൗൽ പോലെ സാഖ രൂപഭേദം ഉണ്ടാക്കി, രൂപമാറ്റം വരുത്തി സാഖ സീഖത്തുണ്ടാക്കി. തഅമ്മൽ തരീഖത. അത് തരീഖത്ത് എന്താ? തെരിയക്ക് വഴി, തെരിയക്കത്തെ മാർഗം, രീതി. തഅമ്മൽ തെരിയക്കത്തെ സൗഖൽ അംർ.
കൽപ്പനക്രിയ ഉണ്ടാക്കുന്ന രൂപം ശ്രദ്ധിച്ച് വായിക്കുക. മിൻ ബാബി അഫ്അല, അഫ്അലയിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. സുമ്മ സുഹിൽ അമ്ര, പിന്നീട് സോ രൂപം ഉണ്ടാക്കുക. സുഹിൽ അമ്ര കൽപ്പന രൂപം ഉണ്ടാക്കുക. മിനൽ അഫ്അൽ ആത്തിയ തുടർന്ന് വരുന്ന. യുർസിലു അസ്ലുഹു യു അർസിലു. യു അർസിലു എന്നാണ് ശരിക്കും അത് വേണ്ടത്. അർസൽ എന്ന് മാവിയുണ്ട്, അതിന് ഹർഫുൽ മുളാറാത്ത് മുളാരിന് വേണ്ടി ചേർക്കുന്ന യു ചേർക്കുമ്പോൾ പിന്നെ യു അർസിലു എന്നാണ് വരേണ്ടത്. ഹുദിഫത്ത് മീൻഫുൽ ഹംസത്തു, ഹംസത്ത് ഒഴിവാക്കപ്പെട്ടു. വ യുസാഹുൽ അമ്ര മിനസ് സീഗത്തിൽ അസ്ലിയ. അപ്പോ യുസാഹുൽ അമ്രു, അമ്ര ഉണ്ടാക്കപ്പെടും, അമ്ര ഉണ്ടാക്കപ്പെടും മിനസ് സീഗത്തിൽ അസ്ലിയ, അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? കൽപ്പനക്രിയ ഉണ്ടാക്കേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞു പോയ ഹംസ തിരിച്ചിടുന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പഠിച്ചത്. അതിന്റെ അസലിൽ നിന്നാണ് എന്തുണ്ടാക്കേണ്ടത്? യു അർസിലു എന്ന് പറയുന്ന അസലിൽ നിന്നാണ് ഇതുണ്ടാക്കേണ്ടത്. നമ്മൾ അതിലേക്ക് ചിന്തിക്കേണ്ട. നേരത്തെ നമ്മൾ കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ രൂപം അങ്ങോട്ട് ചെയ്യാൻ സ്വീകരിക്കുക. അപ്പൊ തൊഹലിയക്കോ അകലക്ക യുഗലിയക്കോ, അകലക്ക യുഗലിയക്കോ കൽപ്പന എന്ത് വരും? അകലക്കോ എന്നാണ് അതിന്റെ മുളാരി വരുന്നത്. തൊഹലിയക്കുന്റെ മുളാരി എന്താണ്? അകലക്കോ എന്നാണ്. പിന്നീട് അകലക്കോയിൽ നിന്നും യുർസിലു. തൊഹലിയക്കുവിന്റെ ഒറിജിനൽ അകലക്കോ എന്നാണ്. അതിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? കൽപ്പനക്രിയ ഉണ്ടാക്കേണ്ടത്. അപ്പൊ എന്ത് വരും? എന്നാണ്, അകലിയത്ത് എന്നാണ് വരേണ്ടത്. അകലക്ക്. നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളെ അസുലിലേക്ക് മടക്കേണ്ട കാര്യമില്ല. അകലത്ത യുഗലിയക്കോ കൽപ്പന അകലത്ത്. അസ്ലമ യുസ്ലിമു കൽപ്പന അസ്ലിം. അസ്ലിം നീ ഇസ്ലാമാകൂ, അല്ലെങ്കിൽ നീ സമർപ്പിക്കൂ. തുഇദ്ദു അഅദ്ദ യുഇദ്ദു കൽപ്പന അഹ്ബിബ് അല്ലെങ്കിൽ അഹിബ്ബ. അഹിബ്ബ എന്ന് പറയാം, അഹ്ബിബ് എന്ന് പറയാം. ശബ്ദോടുകൂടി പത്ത് കൊടുത്തിട്ടും പറയാം, ശബ്ദ അഴിച്ച് സുക്കൂനാക്കിയും പറയാം. അഹ്ബിബ്. തുഅ്മിനു ആമന യുഅ്മിനു കൽപ്പന ആമിൻ. ആമിൻ 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 എന്ന വാക്കുണ്ടോ ഖുർആനിൽ? ആമിൻ സൂറത്തുൽ അഹ്കാഫിലുണ്ട്. വൈലക ആമിൻ. വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫിൽ ലക്കുമാ എന്ന് പറഞ്ഞില്ലേ, ആ ഭാഗത്തുണ്ട്. തുഅ്മിനു ആമിൻ. പിന്നെ തുജീബു അജാബ യുജീബു കൽപ്പന അജിബ്. അജിബ്. അഹാത്ത് ഖൈതു അഹിത്ത്. അജാബ യുജീബു നമ്മൾ ഏതാ പഠിച്ചത്? അഖാമ യുഖീമു അഖിം. അഖാമ യുഖീമു അഖിം. തൊഴുത് പറഞ്ഞായിരുന്നോ? അഅദ്ദ യുഇദ്ദു കൽപ്പന അഅ്ദിദ് അല്ലെങ്കിൽ അഇദ്ദ. അഹബ്ബ യുഹിബ്ബു അഹിബ്ബ എന്ന് പറയാം, അഹിബ്ബ് എന്ന് പറയാം. അർത്ഥം എന്താണ്? അഅദ്ദ തയ്യാറാക്കി വെച്ചു. തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ നമ്മള്. അഅദ്ദ എവിടെ പറഞ്ഞു? അഅദ്ദ യുഇദ്ദു ഇഅദാദിൻ പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നു. അതെ. അഅദ്ദല്ലാഹു ലഹും അസാബൻ അലീമ എന്ന് പറഞ്ഞില്ലേ? അപ്പോ തുജീബു അജാബ യുജീബു അജീബ്. അഖാമ യഖീമു അഖിം എന്ന് പറഞ്ഞതുപോലെ
സുഹൽ ഇസ്മൽ ഫായില. ഇനി എന്ത് ചെയ്യണം? ഇസ്മൽ ഫായിൽ ഉണ്ടാക്കണം. മിനൽ അഫ്ആലിൽ ആത്തിയ, തുടർന്ന് വരുന്ന ക്രിയകളിൽ നിന്ന്. അൽ മാദി അൽ മുദാരി ഇസ്മുൽ ഫായിൽ, അൽ മാദി വൽ മുദാരി ഇസ്മുൽ ഫായിൽ. ഇസ്മുൽ ഫായിൽ. അസ്ലമ യുസ്ലിമു, പറയൂ. മുസ്ലിം. 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 അർസല യുർസിലു, മുസ്ലിം. മുർസൽ. മുർസിലിൻ. മുർസിലുണ്ടോ ഖുറാനില്? ഇന്നാ മുർസിലുൻ നാഖത്തി. ആമന യുഅ്മിനു, മുഅ്മിൻ. മുഅ്മിനുൻ. അദാറ യുദീരു, യുദീറു. മുദീറുൻ. അപ്പൊ അദാർ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? അദാറ ചുറ്റി കറക്കി, കറക്കി. മുദീർ കറക്കുന്നവൻ, സ്ഥാപനത്തെ കറക്കിക്കൊണ്ടിരിക്കുന്നവനാണ് മുദീർ. അദാറ വേറൊരു വാക്കി പറഞ്ഞാൽ ചലിപ്പിച്ചു. എന്തായി? ചലിപ്പിക്കുന്നവൻ മുദീർ. അഹ്റമ യുഹ്രിമു, ഇഹ്റാം. ഇഹ്റാം. അപ്പൊ അഹ്റമ എന്ന് പറഞ്ഞാൽ എന്താ? ഇഹ്റാമാക്കാണ്. അഹ്റമ ഇഹ്റാം ചെയ്തു. തക്ബീറത്തുൽ ഇഹ്റാം. ഓ, അപ്പൊ നമസ്കാരത്തിൽ ഇഹ്റാം ചെയ്യുന്നത് എങ്ങനെയാ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ഇഹ്റാം ചെയ്യും. ഹജ്ജിനും ഉംറയ്ക്കും ഇഹ്റാം ചെയ്യുമ്പോൾ ലബ്ബൈക്ക് പറഞ്ഞുകൊണ്ടാണ് ഇഹ്റാം ചെയ്യുന്നത്. ലബ്ബൈക ഹജ്ജൻ, ലബ്ബൈക ഉംറതൻ, ലബ്ബൈക ഹജ്ജൻ വ ഉംറതൻ. അതാണ് ഇഹ്റാം. ഈ ഇഹ്റാമിൽ പ്രവേശിച്ചു എന്ന് പറയും. ഇഹ്റാം ചെയ്തു എന്ന അർത്ഥത്തിലാണ് ഇഹ്റാമിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത്. നമസ്കാരത്തിലും ഇഹ്റാമുണ്ട്. അഹ്റമ എന്ന് പറഞ്ഞാൽ വിലക്കി, ഹറാമാക്കി. എന്ത് ഹറാമാക്കി? അതുവരെ ഹലാലായിരുന്ന പല സംഗതികളും ഹറാമാക്കി. അപ്പോൾ നമസ്കാരത്തിലെ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി മറ്റ് സംസാരങ്ങൾ, അതുപോലുള്ള മറ്റു കാര്യങ്ങൾ, തീറ്റി കുടി, അതുപോലുള്ള കാര്യങ്ങളെല്ലാം വിലക്കി. പിന്നെ സലാമിന് ശേഷം അതെല്ലാം പാടുള്ളൂ. അതേപോലെ ഇഹ്റാമിൽ ബാക്കി എല്ലാ കാര്യങ്ങളും വിലക്കി. ഇഹ്റാമിൽ അനുവദനീയമല്ലാത്ത കാര്യങ്ങളെല്ലാം വിലക്കി. പിന്നീട് തഹല്ലുലാകുമ്പോഴേ ഇത് ആവുള്ളൂ, അനുവദനീയമാവുള്ളൂ. അതേപോലെ അഹ്റമ, അഹ്റമ യഹ്രിമു. അപ്പൊ അതാണ് ടെക്നിക്കലി ഉപയോഗിക്കുന്നത്. അഹ്റമ എന്ന വാക്കിൽ എന്റെ പ്രയോഗത്തിൽ അതാണ് ഉപയോഗിക്കുന്നത്. അഹ്റമ യഹ്രിമു മുഹ്രിം. മുഹ്രിം. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം പ്രവേശിച്ച ആള് മുഹ്രിമാണ്. പിന്നെ അതേപോലെ അഹ്റമ വിലക്കി. മുഹ്രിം വേണമെന്ന് പറഞ്ഞല്ലോ ഹജ്ജിന്റെ കൂടെ. ഹജ്ജ് ചെയ്യുമ്പോഴേ യാത്രയിൽ മുഹ്രിം വേണം. അല്ലെങ്കിൽ മുഹ്രിം അല്ല, മുഹ്റം വേണം. ആ മുഹ്റം എന്താ? വിലക്കപ്പെട്ടവൻ. വിലക്കപ്പെട്ടവൻ. എന്ത് വിലക്കപ്പെട്ടത്? വിവാഹബന്ധം വിലക്കപ്പെട്ടത്. മുഹ്രിമുൻ വിലക്കിയവൻ, മുഹ്റമുൻ വിലക്കപ്പെട്ടവൻ. നമ്മൾ അർത്ഥം അറിയാതെ ഒരുപാട് വാക്ക് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. നീക്കതിന്റെ ആശയതലത്തിലേക്ക് പോകാൻ പറ്റും. അർസല യുർസിലു, കർത്താവ്. ഇസ്മുൽ ഫായിൽ അത് വായിച്ചു നമ്മൾ നേരത്തെ. അംകന യുംകിനു, മുംകിനുൻ പോസിബിൾ ആയത്. അംകന സാധ്യമാക്കി, യുംകിനു സാധ്യമാകും, മുംകിനുൻ സാധ്യമായത്. അതമ്മ യുതിമ്മു, സാധ്യമായവൻ എന്നാണോ? ആ സാധ്യമായവൻ അല്ലെങ്കിൽ സാധ്യമായത് എന്തും പറയാം, കുഴപ്പമില്ല. ഫാത്തിഹിൻ മഫ്തൂഹൻ, ഫാത്തിഹിൻ പറയുമ്പോൾ തുറക്കുന്നവൻ, മഫ്തൂഹ് തുറക്കപ്പെട്ടവൻ. തുറക്കപ്പെട്ടവൻ ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? തുറക്കപ്പെട്ടതെന്ന് പറയും. അതേപോലെ സാധ്യമായത്, സാധ്യമായവൻ എല്ലുപഴം. തമ്മ യുതിമ്മു, മുത്തിമു. മുത്തിമ്മു. ആ ഖുർആൻ സൂക്തത്തിൽ നമ്മൾ എന്താ പഠിച്ചത്?
മുനൂരിഹി. വല്ലാഹു മുത്തിമ്മു നൂരിഹി. അൽഖാ യുൽഖി മുൽക്കിൻ. മുൽഖിൻ. അൽഖാ യുൽഖി വന്നപ്പോ അതിന്റെ അവസാനത്തെ ദുർബലാശം ആയതുകൊണ്ട് ദുർബലാശം പോകും. തൻവീൻ. എന്നിട്ട് അതിന് മുമ്പുള്ളതിന് തൻവീൻ കൊടുക്കും. തൻവീൻ എന്ന് പറഞ്ഞത് അത് ഇസ്മായത് കൊണ്ടുണ്ടാകുന്ന നാമമായത് കൊണ്ടുണ്ടാകുന്ന സംഗതിയാണ് തൻവീൻ. ആ തൻവീന് കളയാതെ എന്ത് ചെയ്യും? ദുർബലാക്ഷം കളഞ്ഞിട്ട് തൻവീൻ തൊട്ട് മുമ്പുള്ളതിന് കൊടുക്കും. തൻവീൻ നമ്മള് ഇസ്മിന്റെ അവസാനം ആയിരിക്കും എന്നതുകൊണ്ട് ലമ്മ തൻവീനാണ് ഉണ്ടാകൽ. പക്ഷെ ലമ്മങ്ങ് പോയി പിന്നീട് ബാക്കിയുള്ളത് എന്താ? തെൻവീനാണ്. തെൻവീൻ എന്ന് പറഞ്ഞാൽ ആ അടയാളം ആവർത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യുൽക്കി എന്നത് മുൾക്കിയുൻ എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് യാ കളഞ്ഞു. പിന്നീട് യാളിന്റെ അടയാളം യായും പോയി. പിന്നീട് ബാക്കിയുള്ളത് തെൻവീനാണ്. ആ തെൻവീൻ എന്ത് ചെയ്തു? തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കൊടുത്തു. അപ്പൊ അതിന്റെ ആ അടയാളം ആവർത്തിക്കും. മുൾക്കിൻ എന്നായി. ഇവിടെ കെസറാണുള്ളത്, അത് കെസറാണ് ആവർത്തിക്കുക. മുൾക്കിൻ. ഇബ്നുൽ അഫ്ആല നാത്തിയ ലിൽ മജ്ഹൂൽ. ഇബ്നുൽ അഫ്ആൽ നാത്തിയ ലിൽ മജ്ഹൂൽ. മജ്ഹൂലിന് വേണ്ടി ഉണ്ടാക്കണം. സുഗ് എന്ന് പറഞ്ഞതിന്റെ മറ്റൊരു പ്രയോഗമാണ് ഇബിനി. ഇബിനി നിർമ്മിക്കുക. ഇബ്നുൽ അഫ്ആൽ നാത്തിയ തുടർന്ന് വരുന്ന ക്രിയകളെ ഉണ്ടാക്കുക. അതിൽ മജ്ഹൂലിന് വേണ്ടി ആക്കുക. സുമ്മ സുഗ് ഇസ്മൽ മഫ്ഊൽ. പിന്നീട് ഇസ്മൽ മഫ്ഊലിന്റെ രൂപം ഉണ്ടാക്കുക. മിൻ കുല്ലി വാഹിദിൻ മിൻഹ. അതിൽ നിന്നുള്ള ഓരോന്നിൽ നിന്നും. മജ്ഹൂൽ പഠിക്കണം. അൽ മാളി. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ മജ്ഹൂലിന്റെ രൂപമാണ് എന്ത് പറയുന്നത്? ഈ മഫ്ഊലിന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെ? നമ്മൾ ഇസ്മുൽ മഫ്ഊൽ ഫാത്തിഹൻ മഫ്തൂഹൻ. ഫാത്തിഹൻ എന്ന് പറഞ്ഞു, പിന്നെ മഫ്തൂഹ് എന്ന് പറഞ്ഞു. മഫ്തൂഹ് എന്ന് പറഞ്ഞിട്ട് എന്താണ് യഥാർത്ഥത്തില്? തുറക്കപ്പെട്ടത്. അപ്പൊ തുറന്നവൻ ആരാണ് എന്ന് പറയുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ്? ആ മഫ്തൂഹ് യഥാർത്ഥത്തിൽ മജ്ഹൂലിൽ നിന്നാണ് വരുന്നത്. മഅറൂഫിൽ നിന്നാണ് ഇസ്മുൽ ഫാഇൽ വരുന്നത്. മജ്ഹൂലിൽ നിന്നാണ് ഇസ്മുൽ മഫ്ഊൽ വരുന്നത്. ഓക്കെ. അപ്പൊ അകലക്ക യുഗലക്കു ഇതിൽ നിന്നും എന്തുണ്ടാക്കണം? ഇതിൽ അഫ്ആലാത്തിയ മജ്ഹൂലിലേക്ക് ആക്കണം. അകലക്ക യുഗലക്കു. യുഗലക്കുവിന്റെ മജ്ഹൂൽ എന്താ? അകലക്ക യുഗലക്കു. ഇബ്നുൽ അഫ്ആലാത്തിയ ലിൽ മജ്ഹൂലി. മജ്ഹൂൽ ആക്കണം ആദ്യം. അകലക്ക യുഗലക്കു. യുഗലക്കുവിന്റെ മജ്ഹൂൽ എന്താ? അകലക്കയുടെ മജ്ഹൂൽ എന്താ? യുഗലക്കുവിന്റെ മജ്ഹൂല് യുഗലക്കു. അതുകൊണ്ടാണ് ഇസ്മുൽ മഫ്ഊല് മുഗ്ലഖുൻ എന്ന്. നമ്മൾ ഇത് ഈ കടമ്പ കടന്നിട്ടാണ് നേരെ ഫത്തഹ പഠിപ്പിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്ത് മുഗ്ലഖുൻ പഠിപ്പിച്ചത്. അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇത് മജ്ഹൂലാണെന്നൊന്നും പറഞ്ഞാല് ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഓക്കെ, അതാണ് സംഭവം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം ഇതിനെ? അകലക്ക യുഗലക്കു ഇസ്മുൽ മഫ്ഊല് മുഗ്ലഖുൻ. അഅറബ യുഅരിബു മുഅറബുൻ. അകലക്കയുടെ അർത്ഥം എന്താ? ലോക്ക് ചെയ്തു, ക്ലോസ് ചെയ്തു. മുഗ്ലഖ്. അൽബാബു മുഗ്ലഖുൻ. ഡോർ ക്ലോസ്ഡ് ആണ്. അൽബൈത്ത് മുഗ്ലഖുൻ. വീട് ക്ലോസ്ഡ് ആണ്. അറബ ഇഅറാബ് ചെയ്തു, അല്ലെങ്കിൽ അറബീകരിച്ചു. യുഅരിബു മുഅറബുൻ. യുഅറബ് അല്ലേ?
ഇഅ്റാബ് ചെയ്തു. ഇഅ്റാബുൻ ഇഅ്റാബ് ചെയ്യപ്പെട്ടത്. ഇഅ്റാബ് അഅദ്ദ യുഇദ്ദു. അഅദ്ദ യുഇദ്ദു. മുഅദ്ദ് എന്താണ് പഠിച്ചത്? അഹബ്ബ യുഹിബ്ബു, മുഹിബ്ബുൻ എന്താ പറഞ്ഞത് നമ്മള്? മുഹബ്ബ്. മുഹബ്ബ് അപ്പൊ അത് അതേപോലെ ആണെങ്കിൽ അഅദ്ദ യുഇദ്ദു മുഅദ്ദുൻ മുഅദ്ദുൻ. മുഅദ്ദുൻ എളുപ്പം അതാണ്. നമ്മൾ പഠിച്ച വാക്ക് മജ്മു നോക്കുക, അത് അതേപോലെ ഉണ്ടാക്കുക. അക്റഹ യുക്രിഹു. ഇസ്മുൽ മഫ്ഊൽ മുക്റഹ് മുക്റഹു. മുക്റഹൻ അഅ്ജബ യുഅ്ജിബു. മുഅജ്ജബ് അജബൻ മുഅ്ജബുൻ. മുഅ്ജബുൻ. അജബ അജബ് മുഅ്ജബുൻ. മുഅ്ജബ് ഉണ്ടെന്നൊന്നുമില്ല ഖുർആനിൽ. അസാബ യുസീബു. ആബുൻ മുസാബുൻ. മുസാബുൻ മുസാബുൻ. അപ്പൊ നമ്മൾ നേരത്തെ അയാൾ വരായിരുന്നു എന്താ പറഞ്ഞത്? അക്കാമ അല്ല, മുസാബുൻ നേരത്തെ പറഞ്ഞല്ലോ. ഒരാൾ വന്നില്ല, ആബ്സെന്റ് ആയതിനോ ചോദിച്ചല്ലോ. ആ. അപ്പൊ എന്താ മറുപടി പറഞ്ഞത്? മുസാബുൻ. അവന് മുസാബുൻ ബിസ്ഹാലിൻ ഷദീദിൻ എന്ന് പറഞ്ഞു. മുസാബുൻ അപ്പോ ബാധിതനാണ്. അസാബ ബാധിച്ചു, യുസീബു ബാധിക്കും, യുസാബു ബാധിക്കപ്പെടും, മുസാബുൻ ബാധിക്കപ്പെട്ടവൻ, ബാധിതൻ രോഗബാധിതനാണ്. ഓക്കെ. അസ്സാദിസ് തഅമ്മൽ അംസലത ലിബാബി അഫ്അല. അഫ്അലയുടെ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കുക. വഅയ്യിൻ ഫീഹ അൽ മാദിയ വൽ മുദാരിഅ വൽ അംറ വസ്മൽ ഫാഇൽ വസ്മൽ മഫ്ഊൽ വൽ മസ്ദർ. ഇവയെ മാർക്ക് ചെയ്യുക. വസ്മയിൽ മക്കാനി വസ്സമാൻ. വസ്മയിൽ ഇസ്മൈ എന്ന് പറഞ്ഞ എന്ത് രൂപമാണ്? ഇസ്മൈ മക്കാൻ. എന്താണ് ഇസ്മൈ? ഇസ്മൈ എന്നൊരു രൂപം ഉണ്ടാ? ഇസ്മനാമം. നേരത്തെ ഏതിലോ പറഞ്ഞായിരുന്നു ഞാൻ. ഇസ്മൈനി എന്ന ദിവചനത്തിന്റെ ന്യൂനുണ്ട് അവിടെ. അതിനെ മക്കാനിലേക്ക് ഇളാഫത്ത് ചെയ്തു. ഇളാഫത്ത് ചെയ്യുമ്പോൾ ന്യൂന് പോകും. അത് ഇന്നലെ പറഞ്ഞാണ് തോന്നുന്നില്ല. സൂറത്തുൽ നിസാഇൽ. അങ്ങനെയാണ് ഇസ്മൈനിയുടെ ന്യൂന് പോയത്. അതുകൊണ്ടാണ് പിന്നെ വന്നപ്പോ ഇസ്മയിൽ മക്കാൻ. ഇസ്മയിൽ മക്കാൻ. പിന്നെ ലാമിന് സുക്കൂൻ ആയതുകൊണ്ട് യാൻ എന്ത് ചെയ്തു? ഇസ്മൈ എന്ന് പറയുമ്പോൾ യാൻ സുക്കൂനാണ്. ആ സുക്കൂൻ പറഞ്ഞിട്ട് യാന് കസർ കൊടുത്തു. ഇസ്മയിൽ മക്കാനി വസ്സമാൻ. സ്ഥാനത്തിന്റെയും സമയത്തിന്റെയും നാമങ്ങൾ മാർക്ക് ചെയ്യുക. ഇവയെല്ലാം തിരഞ്ഞെടുക്കണം. അപ്പൊ ഇത് ഒരു ക്രിയയുടെ എന്തെല്ലാം രൂപങ്ങൾ നമ്മൾ പഠിച്ചു? മാളി, മുദാരി, അംർ, ഇസ്മുൽ ഫാഇൽ, ഇസ്മുൽ മഫ്ഊൽ, മസ്ദർ, ഇസ്മുൽ സമാൻ വൽ മക്കാൻ. 8 രൂപങ്ങളായി. ഇസ്മുൽ സമാൻ മക്കാനും ഒരു രൂപമാണ്. സമാനും മക്കാനും ഒരു രൂപമാണ്. അപ്പൊ അങ്ങനെ 7 രൂപങ്ങൾ. അഗ്ലിഖൽ ബാബ വലാ തുഗ്ലിഖിൻ നവാഫില. എന്തൊക്കെയുണ്ട് അതില്? അഗ്ലിഖൽ ബാബ വലാ തുഗ്ലിഖിൻ നവാഫില. അംറ അംറ അഗ്ലിഖ് ഫിഅൽ അംറ എന്ന് പറയണം കേട്ടോ. അംറ എന്നാ പറയേണ്ടത്. അഗ്ലിഖ് ഫിഅൽ അംറ. പിന്നെ ലാ തുഗ്ലിഖ് എന്താ? ലാ തുഗ്ലിഖ് അതും അത് അംറാണ്. അല്ല അത് ലാ തുഗ്ലിഖ് എന്ന് പറയുന്നത് നഫിയല്ല, നഹി. ലാ തുഗ്ലിഖ് നഹ വിലക്കി, നഹി വിലക്ക്. ലാ തുഗ്ലിഖ്. എന്തായാലും ഇവിടെ ഇസ്മുൽ ഇവിടെ നഹി പറയാൻ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ മുദാരി അംറാണ്. അത് മുളാരി അല്ലേ? തുഗ്ലിഖു എന്നത് മുളാരിയാണ്. അതെ. ഓക്കെ. അസ്സാനി അത്ഫി നവാഫിദ
ഖബല ഇഗ്ലാഖിൽ ഖുർഫത്തി. അത്ഫ് എന്താണ്? عطف مصدر അമ്ര അമ്ര ഫിഅലുൽ അംർ അല്ല ഫിഅൽ അൻവാർ. ഖബല ഇഗ്ലാഖ്. ഇഗ്ലാഖ് എന്താണ്? مصدر مصدر إغلاق الغرفة. الثالث يكتب اسم قبل اسم مكان اسمه قبل لا قبل اسم مكان لا قبل الظرف ظرف ظرف. ഇസ്മ മക്കാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇസ്മ മക്കാൻ എന്ന് പറയുമ്പോൾ ഫിഅലിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന പദത്തെയാണ് ഇസ്മു മക്കാൻ എന്ന് പറയുന്നത്. അതും ഖബറയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സ്ഥാനത്തെ സൂചിപ്പിക്കുന്ന പദത്തിനെല്ലാത്തിനും എന്ത് പറയില്ല? ഇസ്മു മക്കാൻ എന്ന് പറയില്ല. മറിച്ച് ക്രിയയിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന സ്ഥലത്തെ സൂചിപ്പിക്കുന്ന രൂപം, അതിനാണ് എന്ത് പറയുന്നത്? ഇസ്മ മക്കാൻ എന്ന് പറയുന്നത്. قبل اسم زمان പെടുമോ? ലാ യാ ശൈഖ്, ഈ ളർഫുൻ. ഇസ്മു സമാനും ഇസ്മുൽ മക്കാനും എന്താണ്? നമ്മൾ ഒരു ക്രിയയിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്ന രൂപഭേദമാണ് ഇസ്മു സമാനും ഇസ്മു മക്കാനും. ക്ലിയർ അല്ലേ? അല്ലാതെ മക്കാന സേപ്പം ബൈത്ത് എന്താണ്? നമ്മള് ബൈത്ത് ഇസ്മു മക്കാനാ? ഇസ്മു മക്കാനല്ല ബൈത്ത്. ബൈത്ത് നാമമാണ്. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇനിയിപ്പം നിംതു ഫിൽ ബൈത്ത്, ഞാൻ വീട്ടിലാണ് ഉറങ്ങിയത്. അപ്പൊ അവിടെ ഇസ്മു മക്കാൻ എന്ന് പറയാൻ പറ്റുമോ? ഇസ്മു മക്കാനല്ല അത്. അപ്പൊ ഫിൽ ബൈത്ത് എന്ന് പറയുന്നത് അവിടെ ഇറാബ് അനുസരിച്ച് ഫിൽ ബൈത്തി ഫി ഹർഫ് ജറാണ്. ബൈത്ത് എന്താണ്? മജ്റൂറാണ്, ജർ ചെയ്യപ്പെട്ടതാണ് എന്നേ പറയാൻ പറ്റും. അതേസമയം നിംതു ഫിൽ മസ്ജിദ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്വല്ലൈതു ഫിൽ മസ്ജിദ് എന്ന് പറഞ്ഞു. അപ്പൊ മസ്ജിദ് എന്താണ്? മസ്ജിദ് യഥാർത്ഥത്തിൽ സല്ലൈതു ഫിൽ മസ്ജിദ് എന്ന് പറയുമ്പോൾ ഫി ഹർഫ് ജറാണ്, മസ്ജിദ് മജ്റൂറാണ്. അതേസമയം മസ്ജിദ് എന്താണ്? ഇസ്മു മക്കാനാണ്. കാരണം അത് എവിടെ നിന്ന് വന്നു? സജദയിൽ നിന്നും വന്നു. ക്ലിയർ അല്ലേ? അപ്പോ സജദ എന്ന ഫേലിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്ന രൂപഭേദമാണ് ഇസ്മു മക്കാൻ. അപ്പോഴാണ് അതിന് ഇപ്പൊ നമ്മൾ സജദ എന്ന് പറഞ്ഞാൽ സുജൂദ്, മസ്ജിദ് എന്ന് പറയുമ്പോൾ സുജൂദ് ചെയ്യുന്ന സ്ഥലം. അപ്പൊ അത് സജദയിലേക്ക് മടക്കിയാലാണ് അതിന്റെ മീനിങ് നമുക്ക് മനസ്സിലാകുക. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മസ്ജിദ് എന്ന് പറയുന്ന ഇസ്മ മക്കാനാണല്ലേ? അതെ, സുജൂദ് ചെയ്യുന്ന സ്ഥലം. മുസല്ല ഇസ്മു മക്കാനാണ്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. മുസല്ല, സല്ല നമസ്കരിച്ചു, മുസല്ല നമസ്കരിക്കുന്ന സ്ഥലം. യുക്തബു ഇസ്മുൽ മുർസലി, യുക്തബു ഇസ്മുൽ മുർസലി മാൽ മുർസലി ഇലൈഹി വഉൻവാനുഹു ഫിൽ ജാനിബിൽ ഐമനി മിനൽ ളർഫി വസ്മുൽ മുർസലി വഉൻവാനുഹു ഫിൽ ജാനിബിൽ ഐസരി. നല്ലൊരു ഉദാഹരണമാണ്. നമ്മുടെ സമയം കഴിഞ്ഞല്ലേ? യുക്തബ് ഇസ്മുൽ മുർസൽ, മുർസൽ അൽ മുർസലു ഇലൈഹി. അൽ മുർസലു ഇലൈഹി എന്ന് പറഞ്ഞാൽ എന്താ? അൽ മുർസലു ഇലൈഹി, ആരിലേക്ക് അയക്കും? മുർസല് ഇലൈഹി, ആരിലേക്ക് അയക്കപ്പെടുന്നു? അപ്പൊ മുർസല് ഇലൈഹി എന്ന് പറഞ്ഞാൽ ടു അഡ്രസ്. ഇസ്മുൽ മുർസല് ഇലൈഹി, ടു അഡ്രസ് എവിടെ എഴുതണം? ഫിൽ ജാനിബിൽ ഐമനി, റൈറ്റ് സൈഡിൽ എഴുതണം. അൽ ജാനിബിൽ ഐമനി, റൈറ്റ് സൈഡിൽ എഴുതണം. മിനൽ ളർഫി, മിനൽ ളർഫി
എൻവലപ്പിന്റെ വസ്മുൽ മുർസിലി അയക്കുന്ന ആളിന്റെ പേര് വഇൻവാനുഹു അതിന്റെ അഡ്രസ്സും ഫിൽ ജാനിബിൽ ഐശരി ലെഫ്റ്റ് സൈഡിൽ എഴുതണം. നിങ്ങൾ എൻവലപ്പ് അയക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടാ. ഇത് നേരെ തിരിച്ചു വരും ചില എൻവലപ്പുകളുണ്ട്. അപ്പൊ ഞാനത് പഠിപ്പിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞ ഉദ്ദേശം. എന്തായാലും കമ്മ്യൂണിക്കേറ്റീവ് അറബിക്ക് മൂന്നിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ മനസ്സിലായി. ക്യൂ അഡ്രസ് വലതു ഭാഗത്താണ് എഴുതേണ്ടത്, ഫ്രം അഡ്രസ് ഇടത് ഭാഗത്താണ് എഴുതേണ്ടത്. നമ്മൾ ഇതിൽ നിന്ന് എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? യുക്തബുസ്മുൽ യുക്തബ് എവിടെ എന്ത് വേണം? ഓക്കെ. ഇസ്മുൽ മുർസൽ എന്താണ്? ഇസ്മുൽ മഫ്ഊൽ. ഇസ്മുൽ മഫ്ഊൽ ആണ്. وعنوانه في الجانب الأيمن من الظرف واسم المرسل എന്താണ്? ഇസ്മുൽ ഫാഇൽ. ഇസ്മുൽ ഫാഇലാണ്. وعنوانه في الجانب الأيسر. إن شاء الله نقف ها هنا وسنقرأ الباقي في الأسبوع الجاي إن شاء الله. അല്ലാഹു നമ്മളെ ഒത്തുചേരൽ സാലിഹായ സ്വീകരിക്കട്ടെ. വന്നു പോയിട്ടുള്ള വീഴ്ചകൾ അല്ലാഹു പുറത്തു വരട്ടെ. അറബി ഭാഷ നന്നായി പഠിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും അതിന്റെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനും അത് ഉപയോഗപ്പെടുത്തി ഈ ലോകത്ത് നന്മ കരസ്ഥമാക്കാനും പരലോകത്ത് അത്യധികം വർദ്ധിച്ച പ്രതിഫലം കരസ്ഥമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته. عليكم السلام.